കോഴിക്കോട് കോർപ്പറേഷനിൽ VM ബിനുവിന് പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. കല്ലായി ഡിവിഷനിൽ ബൈജു കാളക്കണ്ടിയാണ് സ്ഥാനാർത്ഥിയാവുക. ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗമാണ് കോൺഗ്രസ് പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റ് ബൈജുവിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. ഷബീർ ഉമറുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷബീർ, ബിനുവിന് പകരം ബൈജു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ബൈജു കാളക്കണ്ടിക്ക് ഈ താരപരിവേഷമൊക്കെ ഉണ്ടോ? തീർച്ചയായും അത്തരമൊരു ചോദ്യം പ്രസക്തമാണ്. അത് ഇക്കാര്യം നമ്മൾ DCC അധ്യക്ഷനോട് തന്നെ K പ്രവീൺകുമാറിനോട് തന്നെ ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും താരപരിവേഷമുള്ളവരാണ് എന്നാണ് DCC അധ്യക്ഷന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി. നേരത്തെ നൗഫൽ സൂചിപ്പിച്ചതുപോലെ VM ബിനു ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കായിരുന്നു കോൺഗ്രസ് UDF അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് വോട്ടില്ലാത്തതിനാൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി തള്ളുകയും ചെയ്തു. ഇതിന് പിന്നാലെയും ആ നിലയ്ക്ക് താരപരിവേഷമുള്ള ആരെയെങ്കിലും കൊണ്ടുവന്ന് കോൺഗ്രസിനുണ്ടായ ക്ഷീണം തീർക്കാൻ കഴിയുമോ എന്ന് DCC നേതൃത്വം ആലോചിച്ചിരുന്നു. ആ നിലയ്ക്കുള്ള കൂടിയാലോചനകൾ, ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല, വിജയം കണ്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒടുവിലാണ് കോൺഗ്രസിന്റെ പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള, മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള ബൈജു കാളക്കണ്ടിയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്, നേതാവാണ്. ആ നിലയ്ക്ക് അവിടെ അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ്, വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ മണ്ഡലം ഡിവിഷൻ നിലനിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. എന്തായാലും ഈ പറഞ്ഞതൊരു പ്ലാൻ ബി കോൺഗ്രസിനുണ്ട് എന്ന് നേരത്തെ തന്നെ DCC അധ്യക്ഷൻ പറഞ്ഞിരുന്നു. ആ പ്ലാൻ ബി ഇതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് VM ബിനുവിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള ക്ഷീണം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF പറയുന്നത് ഇത്തവണ UDF കോർപ്പറേഷൻ ഭരണം പിടിക്കും. അതിൽ VM ബിനുവിന്റെ വിവാദം അല്ലെങ്കിൽ VM ബിനുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാതിരുന്നത് ഒന്നും ബാധിക്കില്ല. ഇത്തവണ UDF കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം VM ബിനുവും ഒപ്പം തന്നെ സിനിമാ താരം ജോയ് മാത്യുവും UDFന്റെ താരപ്രചാരകരായി UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടാകും എന്ന് കൂടി കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. അപ്പോൾ VM ബിനു മത്സരിക്കുന്നില്ലെങ്കിൽ പോലും UDFന്റെ മുഖമാക്കി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖമാക്കി അവതരിപ്പിക്കാനും തെരഞ്ഞെടുപ്പിലുടനീളം കൊണ്ടു നടക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള നീക്കം കൂടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ സസ്പെൻസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു അനിശ്ചിതത്വത്തിന് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നു. UDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന തീയതി. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണത്തിൽ സജീവമായിട്ടുമുണ്ട്. നൗഫൽ.